ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നല്ല കുറുക്കിയ പാൽപ്പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ നമുക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബർമസലി ഈ ഒരു പരുവാക്കി എടുക്കുക കേട്ടോ. ഇനി ഒരു ഉരുളി എടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ക്യാഷും കിസ്മിസും കപ്പലണ്ടിയും കൂടെ ചേർക്കുക. ഈ കപ്പലണ്ടി ഉമ്മച്ചിമായി കണ്ടിട്ടാണ് ഉമ്മച്ചി ഇടാൻ തുടങ്ങിയത്. ഉമ്മച്ചിമായി കാണുമ്പോൾ കുറച്ച് കോപ്പിയടി കൂടുതലാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി ഇതിലേക്ക് ബർമസലി ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഈ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അമ്മച്ചി ഇവിടെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ, കാരണം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ടാണ്. പഞ്ചസാരയുടെ അളവിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം കേട്ടോ. ഇവിടെ മിൽക്ക് മെയ്ഡാണ് അമ്മച്ചി കൂടുതലും ചേർത്തതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇനി ഏലക്ക പൊടിച്ചത് നമ്മൾ വറുത്ത് വെച്ച ഒരു ക്യാഷും കിസ്മിസും കപ്പലണ്ടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. മച്ചിയുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് കിട്ടിയെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വാരി ഒഴിക്കുകയാണ്. വാപ്പച്ചിയോട് പറഞ്ഞു കൊടുക്കണം ഇനി മിൽക്ക് മെയ്ഡ് കുറച്ച് വാങ്ങിയാൽ മതിയെന്ന്. നോമ്പ് മുറിച്ചതിന് ശേഷം ഈ മധുരം കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി പാടുള്ള കാര്യമാണ്, മത്താണല്ലോ. സോ പിറ്റേ ദിവസം നല്ല അടിപൊളി ബോളിയും നല്ല അടിപൊളി പായസം കൂടെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും ഈ പായസത്തിൻ്റെ ഒരു ഫീൽ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.